ഫ്രീഡം ഗാന്ധി 169 ഡേയ്സ് എന്ന ശീർഷകത്തിൽ നടക്കുന്ന ഈ പ്രദർശനം നമ്മുടെ കലയുടെയും നമ്മുടെ സാമൂഹിക ചിന്തയുടെയും ചരിത്രത്തിലെ വളരെ സവിശേഷമായ ഒരു സന്ദർഭമാണ് എന്നാണ് ഞാൻ കരുതുന്നത്. ഒരേ സമയം ഫോട്ടോഗ്രാഫിയും സാഹിത്യവും വിന്യാസ രീതികളും കൂടി കലർന്ന് ഗാന്ധിയുടെ അവസാന ദിവസങ്ങളെ വളരെ ആഴമേറിയ ഒരു സാമൂഹ്യ രാഷ്ട്രീയ ദാർശനിക പ്രസ്താവനയായി വികസിപ്പിക്കുന്ന ഒരു പ്രദർശനമാണ് ഇത്. ഫോട്ടോഗ്രാഫുകൾ, കവിതകൾ, അവയുടെ സവിശേഷമായ വിന്യാസ രീതികൾ, വിശദമായ വിവരണങ്ങൾ, ഇവയെല്ലാം കൂടിക്കലർന്ന് സ്വാതന്ത്ര്യപ്രാപ്തിക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ ഗാന്ധി എങ്ങനെയാണ് ഈ രാജ്യത്തെ രൂപാന്തരപ്പെടുത്തിയത് എന്നതിൻ്റെ വളരെ ആഴമേറിയ ഒരു അനുഭവം നമുക്ക് പകരാൻ ഈ പ്രദർശനത്തിന് കഴിയുന്നുണ്ട്. കേവലം ഫോട്ടോഗ്രാഫുകളുടെയോ കാവ്യഭാഗങ്ങളുടെയോ അവതരണം എന്നതിനപ്പുറം കലാപകലുഷിതമായ ഒരു വിഭജനാന്തരീക്ഷത്തിൽ നിന്ന് അതിൻ്റെ നടുവിലൂടെ അലഞ്ഞ് ഒരു രാജ്യത്തെ വീണ്ടെടുക്കാൻ ഇന്ത്യ കണ്ട എക്കാലത്തെയും വലിയൊരു മനുഷ്യൻ നടത്തിയ മഹാപരിശ്രമത്തിൻ്റെ ഉള്ളടക്കം നമുക്ക് അനുഭവവേദ്യമാകുന്ന ഒരു പ്രദർശനമാണ് ഇത്. കല ദാർശനികമായ അന്വേഷണമായി മാറുകയും സാമൂഹികവും രാഷ്ട്രീയവുമായ സവിശേഷ തലങ്ങളിലേക്ക് അത് വികസിക്കുകയും ധാരാളം ചോദ്യങ്ങൾ നമ്മോട് ചോദിക്കുകയും ചെയ്യുന്നൊരനുഭവം ഈ പ്രദർശനത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ലഭ്യമാകും. ധാരാളം ചോദ്യങ്ങൾ, അനാഥമായിത്തീരുന്നൊരു രാജ്യത്തെക്കുറിച്ചുള്ള എത്രയെങ്കിലും ആലോചനകളിലേക്ക് നമ്മെ കൊണ്ടുപോകാനായിട്ട് ഈ പ്രദർശനത്തിന് കഴിയും. ഇത് ഗാന്ധിയുടെ അവസാന ദിവസങ്ങളെക്കുറിച്ചുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, മറിച്ച് നമ്മുടെ കാലത്തെ വലയം ചെയ്യുന്ന ഭീമാകാരമായ ഇരുട്ടിനോട്, ഫാഷിസത്തിൻ്റെ ദംഷ്ട്രകളോട്, മതവർഗീയതയുടെ വിദ്വേഷത്തോട് ഒക്കെ എതിരിട്ട് നിൽക്കാൻ നമുക്ക് ഊർജം പകരുന്ന വലിയൊരു ഓർമ്മയായിട്ട് കൂടി, അതിൻ്റെ ഒരു സ്രോതസ്സായിട്ട് കൂടി ഈ പ്രദർശനം മാറിത്തീർന്നിട്ടുണ്ട്. ഇങ്ങനെയൊന്ന് വിഭാവനം ചെയ്യുകയും അത് ഫലപ്രദമായി ആസൂത്രണം ചെയ്യുകയും ചെയ്ത പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, അവർക്ക് ഏറ്റവും ഹൃദ്യമായ സ്നേഹാശംസകൾ നേരാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നു. നമ്മുടെ കലയുടെ ചരിത്രത്തിലെ വളരെ അനന്യമായ ഇടപെടലുകളിലൊന്നായി ഈ പ്രദർശനം ഭാവിയിൽ മനസ്സിലാക്കപ്പെടും എന്നാണ് ഞാൻ കരുതുന്നത്. ഇതിൻ്റെ ആസൂത്രണത്തിൻ്റെ പിന്നിലെ പ്രയത്നത്തെ അഭിവാദ്യം ചെയ്യുന്നു. ഇതിനെല്ലാവിധ ആശംസകൾ നേരുകയും ചെയ്യുന്നു.